ഇവിടെ ഹീറോയെ ബ്ലൈൻഡ് ഡേറ്റിനായിട്ട് ഇവന്റെ ആളുകളെ ബലമായിട്ട് ഇപ്പൊ കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങാണ്. അതിനുള്ള പ്രധാന കാരണം ഇവന്റെ മുത്തശ്ശി ഇത്രയും വയസ്സായിട്ടും ഹീറോ വിവാഹം കഴിക്കാത്തത് കൊണ്ട് തന്നെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് വീട്ടിൽ പോലും കയറാതെ നടക്കാണ്. ഇതുവരെയും ഇവന് വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു എങ്കിൽ പോലും മുത്തശ്ശിയുടെ അവസ്ഥ കാണുമ്പോൾ ഇങ്ങനെ പോയാൽ അവരുടെ മാനസിക നില എന്തായാലും തെറ്റും എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഇവനും ഒരു ഫേക്ക് മാരേജിന് ഓക്കെ പറഞ്ഞ് ഇപ്പൊ ആ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് പോവാണ്. ഹീറോ ഒരു വലിയ കോടീശ്വരനാണ് എങ്കിൽ പോലും ഇവന് നടക്കാനാവില്ല. അങ്ങനെ വീൽ ചെയറിൽ അസിസ്റ്റന്റ് കൊണ്ടുവരുന്ന സമയത്ത് അസിസ്റ്റന്റ് ആ ഒരു പെൺകുട്ടിയെ ഫോൺ വിളിക്കുമ്പോൾ അറിയാതെ ഇവന്റെ വീൽ ചെയറിൽ നിന്ന് പിടിവിട്ട് പോവാണ്. ഹീറോ വിചാരിച്ചിട്ട് പോലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇവൻ ബാലൻസ് ഇല്ലാതെ ആ ഒരു ഇറക്കത്ത് നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ഹീറോയിനും അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവളൊരു നാട്ടും പ്രദേശത്തെ പെൺകുട്ടിയാണ്, പക്ഷേ സിറ്റിയിലേക്ക് ഒരു ആവശ്യത്തിനായിട്ട് എത്തിയതാണ്. പെട്ടെന്ന് ഹീറോ ബാലൻസ് ഇല്ലാതെ വരുന്നത് കണ്ട് ഇവൾ ഉടനെ തന്നെ പോയി അത് തടഞ്ഞു നിർത്താണ്. വലിയൊരു അപകടം ഒഴിവാക്കുന്നു. പക്ഷെ അതേ സമയം തന്നെ ഇവന്റെ അസിസ്റ്റന്റ് ഹീറോയെ പിടിക്കാനായിട്ട് ഓടി ബാലൻസ് ഇല്ലാതെ വരുന്ന വഴിക്ക് കറക്റ്റ് ഇവന്റെ വീൽ ചെയറിൽ വന്ന് ഒരു തള്ളൊടുക്കാണ്. അതുകൊണ്ട് തന്നെ ഹീറോ അറിയാതെ ഇവളെ കിസ് ചെയ്തു പോകുന്നു. സഹായം ചെയ്ത ആള് തന്നെ ഇങ്ങനെ ചെയ്തത് കണ്ട് ഇവൾക്ക് നല്ല ദേഷ്യം വന്ന് ഹീറോയെ തല്ലിയിട്ട് ഇവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷേ ഹീറോയുടെ ഫസ്റ്റ് കിസ് ആയതുകൊണ്ട് തന്നെ ഇവൻ ഇവളോട് ഒരു താല്പര്യം തോന്നുകയാണ്. എന്നാൽ അതേ സമയം തന്നെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടും അങ്ങോട്ടേക്ക് എത്തുന്നു. ഇവനെ കാണാനായിട്ടാണ് ഇവള് ഇങ്ങോട്ട് എത്തിയത്. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന കാര്യം. ഈ ഒരു ബോയ് ഫ്രണ്ട് ഇവിടെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇവളിപ്പോ നാടൻ ഫുഡും പൈസയും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവൻ പഠിക്കുന്നത് കൊണ്ട് തന്നെ ജോലിക്ക് പോയിട്ട് ഇവന്റെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഹീറോയിനാണ്. സോ അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ബോയ് ഫ്രണ്ട് ഇവളോട് തനിക്കിനി പൈസ ഒന്നും വേണ്ട, താൻ ഗ്രാജുവേറ്റ് ആയി എന്ന് പറയാണ്. അത് കേട്ട് ഇവൾക്ക് വളരെ സന്തോഷമായിട്ട് എങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അത് കേട്ട് ഇവന്റെ ഫേസ് ഉടനെ തന്നെ മാറുകയാണ്. ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം എന്നായിരുന്നു ഇവർ രണ്ടുപേരും മുന്നേ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇവൾ ഇത്ര പെട്ടെന്ന് ഇത് ചോദിക്കുന്നതിന് കാരണം ഇവളുടെ വീട്ടിലെ ഏതോ ഒരു പന്ന വ്യക്തിയായിട്ട് പണത്തിന് വേണ്ടി അമ്മ കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ബോയ് ഫ്രണ്ട് ഇപ്പോൾ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഇവന് ഓൾറെഡി മറ്റൊരു ഗേൾ ഫ്രണ്ട് ഇവിടെ ആയി കഴിഞ്ഞു. ആ ഒരു പെണ്ണും ഗ്യാങ്ങും കൂടി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അത് കണ്ട് ഹീറോയിൻ നന്നായിട്ട് തന്നെ ഷോക്കാവുന്നു. മാത്രമല്ല ഹീറോയിൻ ഒരു നാട്ടും പ്രദേശത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇവളെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന തിങ്സ് എല്ലാം നശിപ്പിക്കുകയും ഇവളെ അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവർ അത്രയും മോശമായിട്ട് പെരുമാറുമ്പോൾ ഈ ബോയ് ഫ്രണ്ടിന് ഹീറോയിനോട് ഒരു സഹതാപം തോന്നുന്നുണ്ട്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് ഇവന് വലിയ ശമ്പളത്തിൽ വലിയൊരു ജോലി കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ ബോയ് ഫ്രണ്ട് മനസ്സ് മാറ്റി ഹീറോയിനോട് ബ്രേക്കപ്പ് പറയാണ്. ഇങ്ങനെ തന്നെയാണല്ലോ ഇത്രയും നാൾ സ്നേഹിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ ഇവളും ഭയങ്കര വേദനയോട് തന്നെ ഇവനോട് ബ്രേക്കപ്പ് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ഹീറോയുടെ അടുത്ത് 3 മില്യൺ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് ഫേക്ക് മാരേജ് ചെയ്യാനുള്ള ആ ഒരു പെൺകുട്ടി എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവൻ നടക്കാൻ കഴിയാത്ത വ്യക്തിയാണ് എന്ന കാര്യം ഈ പെണ്ണിന് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവനെ കല്യാണം കഴിക്കണമെങ്കിൽ തനിക്ക് 5 മില്യൺ വേണം എന്ന് പറഞ്ഞ് വിലപേശാണ്. പക്ഷേ ഹീറോയ്ക്ക് അത് കേട്ട് നല്ല ദേഷ്യം വരാണ്. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റിനോട് തനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവർ പോകുന്ന വഴിയിൽ വീണ്ടും ഹീറോയിനെ കണ്ടുമുട്ടുകയാണ്. അസിസ്റ്റന്റ് പെട്ടെന്ന് ഇവളുടെ ബോയ് ഫ്രണ്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനും ബ്രേക്കപ്പ് ആയി എന്ന് പറയുന്നു. അത് കേട്ട് ഹീറോ ഇവന്റെ പേരും വയസ്സും എല്ലാം ഇവളോട് തുറന്നു പറഞ്ഞിട്ട് തന്റെ കാലുകൾ നിനക്കൊരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കാണ്.